രണ്ടര കൊല്ലമായില്ലേ വിജയൻ സി പി എമ്മിൽ ചേർന്നിട്ട്. എന്നിട്ടെന്താണ് സി പി എം ഇപ്പോഴും വിജയനെ ഒരു പ്രവർത്തനായി അംഗീകരിക്കാത്തത് എന്ന് ചോദിക്കുന്ന ചില സുഹൃത്തുക്കളും ചില കടക്കാരൊക്കെ ഉണ്ട്, പരിചയക്കാർ. ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞു, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ വിജയൻ സി പി എമ്മിൽ ഒന്നും ആവാൻ പോകുന്നില്ല. അത് അയാളുടെ ഏത് ബന്ധത്തിൽ പറഞ്ഞു എന്ന് അതും എനിക്കറിയില്ല. അതിനപ്പുറം ഈ ചോദ്യത്തിനൊക്കെയുള്ളൊരു മറുപടിയായി, ഇതൊരു സിനിമ എപ്പിസോഡാണെങ്കിലും രാഷ്ട്രീയപരമായി എൻ്റെ ചരിത്രവും ആ ചരിത്രത്തിലെ ഒരു തെരുവ് നാടകവും വലിയ കാരണമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ്. വീട്ടിലേക്ക് രാത്രി പോകുമ്പോൾ പുറകിൽ നിന്നൊരു കമൻറ്റ് കേൾക്കാം, ഇങ്ങനെയെങ്കിൽ ഡെഡ് ബോഡി പാഴ്സലായി വീട്ടിലെത്തിക്കേണ്ടി വരും. എന്നിട്ടും ആ ഒരു തെരുവുനാടകം കാരണം സിനിമയിലേക്കൊരു പുതിയ കവാടം തുറക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ കൗതുകകരമായ വശമാണ് ഈ എപ്പിസോഡിൽ രാഷ്ട്രീയത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മായിക ലോകത്ത് മയക്കം തൂങ്ങിയിരിക്കുന്ന നാലാംകട സിനിമാക്കാരൻ വേണോ, സാങ്കേതിക രംഗത്ത് വികസനത്തിൻ്റെ വിത്തുപാകിയ KR നാരായണൻ വേണോ എന്ന് ചോദിക്കുന്ന സതീശൻ്റെ അനൗൺസ്മെൻറ്റും, ബ്രിട്ടീഷുകാരുടെ നിറതോക്കിനു മുമ്പിൽ വിരിമാറ് കാട്ടി പോരാട്ടം നയിച്ച ചരിത്രമുറങ്ങുന്ന മണ്ണിൽ മുഷ്ടികൾക്കുള്ളിൽ കരുത്തിൻ്റെ പ്രതീകങ്ങളായ കോൺഗ്രസ്സുകാരോടാണോ നിങ്ങളുടെ കളി എന്ന് ചോദിക്കാൻ പ്രസംഗത്തിലെ മൈക്ക് ഉപയോഗിക്കുകയും ചെയ്ത ഞാൻ അന്ന് ഷൊർണൂരിലെ വലിയ ചർച്ചാ വിഷയമായൊരു കാലഘട്ടമാണ്. ആ കാലയളവിലാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. CPM സ്ഥിരമായി തെരുവ് നാടകങ്ങൾ കളിക്കുന്നു. വനിതകളടക്കം DYFIക്കാർ, അങ്ങനെ പലരും. അന്ന് വിപ്ലവം ബാലനൊക്കെ ഒരു തെരുവ് നാടകത്തിൽ ആകാശത്തേക്ക് മുഷ്ടി ചുരട്ടി ഇരുണ്ട കൊട്ടയിലെ ട്രക്കുളകളാവാനല്ല ഈ ജന്മം എന്നൊക്കെ പറയുന്ന അത്യന്താധുനിക ഡയലോഗ് ചേർത്ത നാടകങ്ങൾ ഇങ്ങനെ കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് കോൺഗ്രസ് ഈ ഒരു ശൈലി അവലംബിക്കുന്നില്ല, തെരുവ് നാടകങ്ങൾ എന്തുകൊണ്ട് കളിക്കുന്നില്ല? ഈ ചിന്തയിൽ നിന്നാണ് ഞാനും ഒരു തെരുവ് നാടകം എഴുതാൻ തീരുമാനിച്ചതും അതിന് ഈ ഗൗരവതരമായ ഭാവം കൊടുക്കാതെ ഹാസ്യത്തിൻ്റെ മേമ്പടി നൽകാൻ തീരുമാനിച്ച് ആദ്യമായി ഒരു നാടകം എഴുതി, മുട്ടക്കോഴി. എന്നുവെച്ചാൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരു കോഴി വിൽക്കാൻ നടക്കുന്ന ഒരു കോഴി കച്ചവടക്കാരനാണ് കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തിന് സഹായിയായിട്ട് 2 പേരുണ്ട്. കുട്ടിച്ചക്കൻ എന്ന് പറയുന്നൊരു യുവാവും അല്പം ഗുണ്ടായിസ പ്രകൃതത്തിൽ പെരുമാറുന്ന കിട്ടുഗുണ്ട എന്ന് പറയുന്ന മറ്റൊരാളും. ഇതൊരു അർത്ഥവത്തായ രീതിയിലാണ് ഈ കഥാപാത്രങ്ങളൊക്കെ. അവസാനം ഈ കോഴി മുട്ടയിടുന്നു പറഞ്ഞെങ്കിലും ജനങ്ങൾ വിചാരിച്ച പോലെ മുട്ട കിട്ടാതായപ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കുന്നതും അത് ചിലർ കുത്തിപ്പോക്കുന്നതും ഇതിൻ്റെ വിഷയമായി ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടിച്ചക്കൻ എന്ന് പറയുന്ന യുവാവിന് സംശയങ്ങളുണ്ടാവുന്നതും അവനെ കിട്ടുകുണ്ടയോട് പറഞ്ഞ് വെയിലത്ത് നിർത്തി ശിക്ഷിക്കുന്നതൊക്കെ ആയിട്ടുള്ള അങ്ങനെ അർത്ഥവത്തായ രീതിയിലുള്ള പ്രമേയമാണ് ആ നാടകത്തിൽ. അതിൻ്റെ വിശദമായ ഒരു അംശം എനിക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാനിപ്പോൾ ഒരു CPM സഹയാത്രികനായതുകൊണ്ട് മാത്രം. എന്തായാലും ആ നാടകം വലിയ അഭിപ്രായം ഉണ്ടാക്കി, വലിയ കൂട്ടച്ചിരി, എവിടെ പോയാലും ആൾക്കൂട്ടം, കൂട്ടച്ചിരി, കയ്യടി, ബഹളം, വലിയ രീതിയിലുള്ള ഒരു ഓളം ഉണ്ടാക്കിയ നാടകമായിരുന്നു മുട്ടക്കോഴി. സതീശനാണ് ആ നാടകത്തിലെ കോഴി വിൽപ്പനക്കാരനായിട്ട് അഭിനയിച്ചത്. ഈ കുട്ടിച്ചക്കൻ എന്ന യുവ കഥാപാത്രമായി ഞാനും കിട്ടുകുണ്ട എന്ന് പറയുന്ന തൊഴിലാളി നേതാവായി ഒരു INTC തൊഴിലാളി തന്നെയാണ് അന്ന് അഭിനയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ നാടകം കഴിഞ്ഞ് വന്നു. കോൺഗ്രസ്സിന് ഈ തെരുവ് നാടകത്തിലൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാവും. വൈകുന്നേരം വന്നിട്ട് 2 ദിവസം കളിച്ചു. 2 ദിവസം ഈ 2 വണ്ടികൾ ആദ്യം പോയിട്ട് അനൗൺസ് ചെയ്യണമല്ലോ. 2 വണ്ടികളും അതിൽ കളിച്ച ആരുകളൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. വൈകുന്നേരം വന്നതിൻ്റെ പൈസ കൊടുക്കേണ്ട സമയം വന്നപ്പോഴാണ് എല്ലാവരും കൈമലർത്തിയത്. അപ്പോഴാണ് തെരുവ് നാടകവും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അകൽച്ച എനിക്ക് മനസ്സിലായതും ആ കടം വീട്ടാൻ ദിവസങ്ങളോളം ഞാനും സതീശൻ അലഞ്ഞതൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ആ നാടകത്തോടെ ഞങ്ങൾക്ക് സിനിമയിലേക്കൊരു പ്രവേശനം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്ന ആ കഥയിലേക്കാണ് ഇനി എനിക്ക് വരാനുള്ളത്. ചില കാര്യങ്ങൾ കൂടി. ശ്രീ K. കരുണാകരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു. ഇവിടെ പട്ടാമ്പിയിൽ ലീലാ ദാമോദര മേനോനും CP മുഹമ്മദും അതുപോലെ തന്നെ MP ആയി KR നാരായണനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഞങ്ങൾ ഈ നേതാക്കളുടെ തണലിലോ ഭരണത്തിൻ്റെ തണലിലോ എന്തെങ്കിലും നേടാനോ കുടുംബപരമായി എന്തെങ്കിലും സമ്പാദിക്കാനോ ശ്രമിക്കാത്തവരാണ്. എന്നിട്ടും എന്താണ് ഈ പ്രസ്ഥാനം ഞങ്ങളോട് ചെയ്ത നീതി എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ച കാര്യങ്ങളുടെ എല്ലാം കാരണം. ഇങ്ങനെയൊക്കെ തീവ്രമായി പ്രവർത്തിച്ച സതീശൻ എന്ന BJPയിലും ഒരു വാർഡിലെ ജനത അവരുടെ മനസ്സ് തന്നുകൊണ്ട് 3 വട്ടം കൗൺസിലർ പദവി അനുവദിച്ച് നൽകിയ നന്ദിയുടെ ഭാഗമായി ഞാൻ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും എത്തിച്ചേർന്നത് ചരിത്ര നിയോഗമാകാം. എങ്കിലും ഞാൻ സന്തോഷിക്കുന്നു. അനീതിക്കെതിരെയുള്ളൊരു പോരാട്ടം തന്നെയാണ് ഞാൻ നടത്തിയത്. എൻ്റെ വാദങ്ങൾ ശരിയാണെന്ന് പിന്നീടെങ്കിലും ചില നേതാക്കൾ എന്നോട് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അർഹതയില്ലാത്തവർക്ക് അധികാരങ്ങൾ കൊടുക്കുന്ന നയത്തിനെതിരെയുള്ള പോരാട്ടം വിജയിച്ചതിൻ്റെ തെളിവാവാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഒരു നീതിയുക്തമായ ചലനങ്ങളുണ്ടായി എന്നെനിക്കറിയാനായി. എന്തായാലും എൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ കഴിഞ്ഞ വർഷങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് അതിരുവിട്ടൊന്നും ആഗ്രഹിച്ചല്ല ഞാൻ ആ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. തീർച്ചയായും അവരൊരു സാധാ പ്രവർത്തകനായി അവരുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് എന്ന് അവരെയും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത സിനിമ എപ്പിസോഡിലേക്ക് വീണ്ടും പോകുന്നതിന് വേണ്ടി ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. നന്ദി.